Hello dear students and welcome back to English Cafe. ഇന്നത്തെ ക്ലാസ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. കാരണം ഗ്രാമറോ റൂൾസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കിന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്കെങ്കിലും നമുക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട്. ബിക്കോസ് ഒരേപോലത്തെ രണ്ട് വേർഡ്സ് ചിലപ്പോൾ നിങ്ങൾ കണ്ടേക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തന്നെ ബോർഡിൽ ഒരുപാട് ഒരേപോലത്തെ വേർഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നോക്കിക്കേ, AFFECT, EFFECT. ഇതെങ്ങനെയാണ് ഉച്ചരിക്കുക? ഒരേപോലെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ഉച്ചരിക്കുന്നത് അല്ലേ? ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ മുതൽ വ്യത്യാസമുണ്ട്, ഇതിൻ്റെ മീനിങ് വ്യത്യാസമാണ്, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമാണ്, ഇതെങ്ങനെ യൂസ് ചെയ്യും അതും എല്ലാം വ്യത്യാസമാണ്. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കുമ്പം ഇങ്ങനത്തെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ് പലപ്പോഴും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? സോ ഇന്നത്തെ ക്ലാസ്സിലൂടെ ആ കൺഫ്യൂഷൻ മൊത്തം നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ബോർഡിലാകെ 6 സെറ്റ് ഓഫ് വേർഡ്സ് ആണ് എഴുതിയിരിക്കുന്നത്. കാരണം ബോർഡിൽ അത്രേ കൊള്ളുന്നുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സും കൂടി പഠിക്കാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന സെറ്റ് ഓഫ് വേർഡ്സ്, അതായത് ഒരേപോലെ തോന്നുന്ന രണ്ട് വേർഡ്സ് എടുത്തിട്ട് അതെങ്ങനെ യൂസ് ചെയ്യാം, എവിടെ യൂസ് ചെയ്യാം, എങ്ങനെ ശരിയായി യൂസ് ചെയ്യാം എന്നുള്ളതെല്ലാം പഠിക്കാം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ പേരാണ് വേർഡ്സ് ദാറ്റ് ആർ ഓഫൻ കൺഫ്യൂസ്ഡ്. കൺഫ്യൂഷൻ തോന്നുന്ന കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ്. ഓക്കെ, സോ ഫസ്റ്റ് വണ്ണിലേക്ക് നമുക്ക് കടക്കാം. AFFECT ആൻഡ് EFFECT ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്നുള്ളത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. AFFECT എന്ന് നമ്മൾ പറയുന്നത് എഫക്റ്റ് ആണ്. എങ്ങനെയാ പറയാ? എഫക്റ്റ്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എഫക്റ്റ്. ഓക്കെ, അതേപോലെ EFFECT ആണെന്നുണ്ടെങ്കിലോ ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ഇഫക്റ്റ്. എന്നാണ്? ഇഫക്റ്റ്. ഓക്കെ, സോ ഇത് രണ്ടിനും വ്യത്യാസമുണ്ട്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ബാധിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. എന്നാൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാലോ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ട് അതിൻ്റെ ഫലം, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇഫക്റ്റ് യൂസ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആവേണ്ട, നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എക്സാമ്പിൾ നോക്കിക്കേ. ദ ഹെവി റെയിൻ എഫക്റ്റഡ് ദ ക്രോപ്സ്. നല്ല മഴ കാരണം ക്രോപ്പിനെ എല്ലാം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാധിക്കുക. ഓക്കെ, ഷീ വാസ് affected by something. അവർക്ക് എന്തോ ഒരു കാര്യം ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ സമയത്താണ് നമ്മൾ ഈ എഫക്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഇതൊരു വേർബാണ്, അതായത് ബാധിക്കുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണല്ലോ, ഒരു ആക്ഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം എഫക്റ്റ് എന്നുള്ളത് ഒരു വേർബാണ്. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റ് എന്താണ്? ഫലം, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ റിസൾട്ട് ആണ്. സോ ദാറ്റ് ആക്ച്വലി ഈസ് എ noun. Okay, the medicine had a calming effect. Okay, ഒരു ഇഫക്റ്റ് ഉണ്ടായി, ഒരു ഫലം ഉണ്ടായി, ആ മരുന്ന് കൊണ്ട് ഒരു കാമിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടായി. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ ഒരു ഫലം, ഒരു റിസൾട്ട് പറയുമ്പോഴാണ് നമ്മൾ ഇഫക്റ്റ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഇനി അങ്ങോട്ടേക്ക് എഫക്റ്റും ഇഫക്റ്റും നമുക്ക് കൺഫ്യൂഷൻ വരുമോ? ഇല്ല. സോ ഇതേപോലെ ബാക്കിയുള്ള വേർഡ്സിൻ്റെ കൺഫ്യൂഷൻ കൂടി നമുക്ക് മാറ്റിയെടുക്കാം. റെഡി അല്ലേ? ഓക്കെ, രണ്ടാമത്തേത് നോക്കിക്കേ. ACCEPT EXCEPT. ഇത് രണ്ടും എങ്ങനെയാണ് ഉച്ചരിക്കുക? ഉച്ചാരണത്തിൽ തന്നെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നുന്ന രണ്ട് വേർഡ്സ് ആണ് അല്ലേ? എങ്ങനെയാ പറയാൻ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ACCEPT എന്ന് നമ്മൾ പറയുന്നത് ആക്സെപ്റ്റ് എന്നാണ്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ആക്സെപ്റ്റ്. ഒന്നും കൂടി, ആക്സെപ്റ്റ്. ഓക്കെ, രണ്ടാമത്തേത് EXCEPT. ഇതെങ്ങനെയാണ് നമ്മൾ പറയാ? എക്സെപ്റ്റ്. എന്താണ്? എക്സെപ്റ്റ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താ നമുക്ക് നോക്കാം. ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സ്വീകരിക്കുന്നതിന് നമുക്ക് ആക്സെപ്റ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഐ ആക്സെപ്റ്റ് യുവർ അപ്പോളജി. ഓക്കെ, നമ്മൾ ഒരാളോട് മാപ്പ് പറയുന്ന സമയത്ത് അത് ഞാൻ സ്വീകരിച്ചു എന്ന് പറയാൻ വേണ്ടി ആക്സെപ്റ്റ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. സോ ഷീ ആക്സെപ്റ്റഡ് മൈ ഗിഫ്റ്റ്. എൻ്റെ ഗിഫ്റ്റ് അവൾ സ്വീകരിച്ചു. സോ ഈ സ്വീകരിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആക്സെപ്റ്റ് യൂസ് ചെയ്യുന്നത്. എക്സെപ്റ്റ് അപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? എക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ പറയുവാണ്. ആ സമയത്ത് പറയും അതൊഴികെ ബാക്കിയെല്ലാം. സോ എന്തെങ്കിലും ഒരു കാര്യം മാറ്റി വെച്ച് അതൊഴികെ ബാക്കി എന്ന് പറയുമ്പോഴാണ് നമ്മൾ എക്സെപ്റ്റ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഐ ലൈക്ക് ഓൾ ഫ്രൂട്ട്സ് എക്സെപ്റ്റ് ബനാനാസ്. എനിക്ക് പഴം ഒഴികെ ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാണ്. മനസ്സിലായോ? സോ ഒരു സാധനം ഒഴികെ ബാക്കിയുള്ളത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എക്സെപ്റ്റ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ആക്സെപ്റ്റ് എന്താണ്, എക്സെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ട് വേർഡ്സ് നമുക്ക് നോക്കാം. വെരി സിമ്പിൾ ആയിട്ടുള്ള രണ്ട് വേർഡാണ്.
എമിഗ്രേറ്റും ഇമിഗ്രേറ്റും ഈ രണ്ട് വാക്കുകൾ തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ള പോലെ തീരെ ബന്ധമില്ലാത്ത മീനിങ് അല്ല, ഇതിന് ചെറിയൊരു റിലേഷൻ, ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട് അർത്ഥത്തിൽ. അതെന്താ നമുക്ക് നോക്കാം. എമിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് പോകുന്നതിനെയാണ് എമിഗ്രേറ്റ് എന്ന് പറയുന്നത്, നാട് വിടലാണ്. ഇമിഗ്രേറ്റ് എന്ന് പറയുമ്പോഴോ എമിഗ്രേറ്റ് എന്ന് പറയുമ്പോഴോ കുടിയേറുക, ഒരു നാട്ടിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഇമിഗ്രേറ്റ് എന്ന് പറയുന്നത്. ഇത് ഓർമ്മയിൽ വെക്കാനായിട്ട് ഞാനൊരു ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഓക്കെ, ഈ എമിഗ്രേറ്റ് എന്നുള്ളത് ഈ വെച്ചാണല്ലോ തുടങ്ങുന്നത്. അപ്പം അത് ആലോചിക്കാൻ വേണ്ടി എക്സിറ്റ് എന്നുള്ള ഒരു വേർഡ് നിങ്ങൾ ആലോചിച്ചാൽ മതി. എക്സിറ്റ്, എമിഗ്രേറ്റ്. ഓക്കെ, ഇമിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻടു, ഒരു നാട്ടിലേക്ക് നമ്മൾ കയറുന്നതിനെയാണ് ഇമിഗ്രേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എമിഗ്രേറ്റിൽ ഒരു എമ്മേ ഉള്ളൂ, എന്നാൽ ഇമിഗ്രേറ്റ് നാട്ടിലേക്ക് വരുന്നതിന് കുടിയേറുമ്പോൾ നമ്മൾ 2 എം യൂസ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ ആലോചിച്ചാൽ നാട് വിട്ടു പോകുമ്പോൾ ഉള്ള കാര്യം എടുത്ത് അങ്ങ് പോകണം. അപ്പോൾ ഒറ്റ എമ്മേ നമുക്കുള്ളൂ. വരുമ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അപ്പം 2 എം ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, സോ സ്പെല്ലിംഗ് മറക്കരുത് കേട്ടോ. സോ മെനി പീപ്പിൾ എമിഗ്രേറ്റഡ് ഫ്രം ദി കൺട്രി. കുറെ ആൾക്കാർ കൺട്രിയിൽ നിന്നും എമിഗ്രേറ്റ് ചെയ്തു. സോ ഒരു കൺട്രിയിൽ നിന്ന് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ് ഫ്രം ആണ്. എന്താണ് ഫ്രം? ഒരു കൺട്രിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഷീ ഇമിഗ്രേറ്റഡ് ടു കാനഡ. കാനഡയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ടു ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഫ്രമ്മും ടൂവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്ത് നിന്ന് പോവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രമ്മും, ഒരു സ്ഥലത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൂവുമാണ്. ക്ലിയർ ആണോ? സോ അതാണ് എമിഗ്രേറ്റും ഇമിഗ്രേറ്റും. അടുത്ത 2 വേർഡ്സ് നമുക്ക് നോക്കാം. എംപത്തിയും അതേപോലെ സിമ്പത്തിയും. എംപത്തിയും സിമ്പത്തിയും ഇത് രണ്ടും നമ്മൾ കേട്ട് കാണും. ഏകദേശം ഒരേ മീനിങ് വരുന്ന 2 വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം കൺഫ്യൂഷൻ തോന്നുന്ന 2 വേർഡ്സ് ആണ്. എംപത്തി എന്താണ്, സിമ്പത്തി എന്താണ് നമുക്ക് നോക്കാം. എംപത്തി എന്ന് പറഞ്ഞാൽ അനുഭാവമാണ്, സിമ്പത്തി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയാണ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഷീ ഷോഡ് എംപത്തി. എംപത്തിയുടെ വൈ പോയി. ഓക്കെ, കുഴപ്പമില്ല. ഷീ ഷോഡ് എംപത്തി. എംപത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ ഫീലിംഗ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരാൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുന്നതിനെയാണ് എംപത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഷീ ഷോഡ് എംപത്തി എന്ന് പറയുമ്പം അത് നമ്മൾ ആൾ എന്തെങ്കിലും ഒരു വിഷമത്തിലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക. ഓക്കെ, സിമ്പത്തി എന്ന് പറഞ്ഞാലോ അയ്യോ പാവം, നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി അതിന് നമുക്ക് വിഷമം തോന്നുന്നതിന്, വെൻ യു ഫീൽ സോറി ഫോർ സംതിങ്, ഒരാൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുവാണെങ്കിൽ അതിന് നമുക്ക് വിഷമം നമ്മൾ പ്രകടിപ്പിക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് സിമ്പത്തി. ഓക്കെ, ഐ എക്സ്പ്രസ്ഡ് മൈ സിമ്പത്തി. സിമ്പത്തി എവിടെയാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക? മേ ബി ആർക്കെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയി, ആ സമയത്ത് നമുക്ക് സിമ്പത്തി യൂസ് ചെയ്യാം. ഐ എക്സ്പ്രസ് മൈ സിൻസിയർ സിമ്പത്തി എന്ന് പറയാം. ഓക്കെ, എംപത്തി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പെരുമാറുന്നതിനെയാണ് നമ്മൾ എംപത്തി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ കാണും എനിക്ക് നിന്റെ സിമ്പത്തി ഒന്നും വേണ്ട, അതായത് നമുക്ക് ആ ഒരു ഔദാര്യം വേണ്ട, പകരം നമുക്ക് വേണ്ട കാര്യം എന്താണ്? പലപ്പോഴും നമുക്ക് വേണ്ടത് എംപത്തിയാണ്, അല്ലാണ്ട് സിമ്പത്തി അല്ല. എംപത്തി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കി പെരുമാറുകയാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. സിമ്പത്തി എന്ന് പറയുമ്പോൾ അയ്യോ എന്തേ നിനക്ക് അങ്ങനെ സംഭവിച്ചു പോയി, അയ്യോ വിഷമായി പോയല്ലോ, സങ്കടമായി പോയല്ലോ, അയ്യോ ഇത് വല്ലാത്തൊരു നഷ്ടമായി പോയല്ലോ, ഇങ്ങനെ ആ ഒരു നഷ്ടത്തെ പറ്റി പിന്നെയും പറയുന്നതാണ് ഈ സിമ്പത്തി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം പല സമയത്ത് നമുക്ക് ഈ സിമ്പത്തി ഒരാൾ എക്സ്പ്രസ് ചെയ്യുമ്പം ആക്ച്വലി എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെടാറില്ല. എംപത്തിയാണ് നമുക്ക് പലപ്പോഴും വേണ്ടി വരിക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എംപത്തി ആണോ വേണ്ടത്, സിമ്പത്തി ആണോ വേണ്ടത് ഒരാൾക്ക് ലൈഫിൽ? അഫ്കോഴ്സ് സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറും. എന്നാൽ ലൈഫിൽ പല സിറ്റുവേഷൻസിലും എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ സിറ്റുവേഷൻ എന്താണോ അത് മനസ്സിലാക്കി പെരുമാറുന്ന ഒരാളെയാണ് നമുക്ക് കൂടെ വേണ്ടത്. അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അയ്യോ ഇതിപ്പോൾ വല്ലാത്തൊരു ഇതായി പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വിഷമിച്ചിരിക്കുന്നതിൽ കാര്യമില്ല അല്ലേ. സോ അതാണ് ഈ എംപത്തിയും സിമ്പത്തിയും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത 2 സെറ്റ് ഓഫ് വേർഡ്സിലേക്ക് പോകാം. ഇതും ഒരേപോലെ തോന്നുന്ന 2 വേർഡ്സ് ആണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, സോ അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് ആണ് ഫാദർ ആൻഡ് ഫർദർ. എന്താണ് ഫാദറും ഫർദറും? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫാർദർ എന്ന് പറയുമ്പം ഇതിൽ തന്നെ നമുക്ക് ചെറുതാക്കിയൊരു ഹിന്റ് ഉണ്ട്. ഫാർ എന്നുള്ളൊരു വേർഡ് കണ്ടില്ലേ? ഫാർദർ, ഫാർ എന്ന് പറയുമ്പോൾ എന്താണ്? ദൂരം. ഇതിനേക്കാളും ദൂരം ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഫാദർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഫർദർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം കഴിഞ്ഞ് ഇനി മുൻപോട്ട് എന്ത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഫർദർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്.
എക്സാമ്പിൾ നോക്കാം. ഹൗ മച്ച് ഫാദർ ഇസ് ദ ഗ്യാസ് സ്റ്റേഷൻ? ഇവിടെ നിന്ന് ഇനി ഗ്യാസ് സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട്, ഹൗ മച്ച് ഫാദർ, ഇനി എത്ര ദൂരമുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഫാർദർ യൂസ് ചെയ്യുന്നത്. ഫർദർ എവിടെയാണ് യൂസ് ചെയ്യുക? വി നീഡ് ടു ഡിസ്കസ് ദിസ് ഐഡിയ ഫർദർ. നമ്മൾ ഇനി മുൻപോട്ടും ഈ ഐഡിയ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഒരു കാര്യം ഇതിനേക്കാളും ഇനിയും ഡിസ്കസ് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ടും ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഫർദർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഫർദർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ വെൻ ഐ വാക്ക്ഡ് ഫർദർ ഐ സോ ദ പോസ്റ്റ് ഓഫീസ്. അപ്പം ഞാൻ മുൻപോട്ട് നടന്നപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസ് കണ്ടു. സോ ഈ മുൻപോട്ട് എന്നുള്ളൊരു വേർഡിന് നമുക്ക് ഫർദർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഫാർദർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ദൂരത്തിനെ പറ്റി പറയുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഫർദറിന് ഇതേപോലെ 1-2 ഡിഫറെൻറ്റ് യൂസേജസ് ഉണ്ട്. ഓക്കെ, വി നീഡ് ടു ഡിസ്കസ് ദിസ് ഐഡിയ ഫർദർ. വെൻ ഐ വാക്ക്ഡ് ഫർദർ ഐ മെറ്റ് ഹിം. ഞാൻ കുറച്ചും കൂടി നടന്നപ്പോൾ, കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ അവനെ കണ്ടു എന്നുള്ളൊരു മീനിങ്. ഓക്കെ, സോ അതാണ് ഫാദറും ഫർദറും. അവസാനത്തെ സെറ്റ് ഓഫ് വേർഡ്സ്, അവസാനമല്ല, ഈ ഒരു ബോർഡിലുള്ള അവസാനത്തെ 2 വേർഡ്സ്. ഓക്കെ, ഇറ്റ്സും ഇറ്റ്സും. ഇത് പറയുന്ന ഉച്ചാരണമൊക്കെ വളരെ സിമിലർ ആണ്, പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. പക്ഷെ ചെറിയൊരു വ്യത്യാസം മീനിങ്ങിലുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. ഈ ഇറ്റ് അപ്പോസ്ട്രഫി, മേളിലൊരു കോമ പോലത്തെ ഒരു സാധനം ഇട്ടില്ല, അതിനാണ് നമ്മൾ അപ്പോസ്ട്രഫി എന്ന് പറയുന്നത്. ഈ ഇറ്റ് അപ്പോസ്ട്രഫി എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ, ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ ചെറിയ കോൺട്രാക്റ്റഡ് ഫോമാണ് ഇറ്റ്സ്. ഓക്കെ, സോ ഇറ്റ് അപ്പോസ്ട്രഫി എസ് എന്ന് കൊടുത്താൽ ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ ചെറിയ ഒരു വേർഷനാണ് ഇറ്റ്സ്. രണ്ടും സെയിം മീനിങ് ആണ്. ഇറ്റ്സും ഇറ്റ് ഈസും സെയിം ആണ്. ഓക്കെ, അതല്ല പക്ഷെ ഇറ്റ്സ് എന്ന് പറയുന്നത് വെറുതെ അപ്പോസ്ട്രോഫി ഒന്നും ഇല്ലാണ്ട് ITS ഇട്ടാൽ അതിൻ്റെ മീനിങ് വേറെയാണ്. അതെന്താ നമുക്ക് നോക്കാം. സോ ഇറ്റ് ഈസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ, ഒരു ബ്യൂട്ടിഫുൾ ഡേ ആണിത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി ഇറ്റ്സ് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്ത് വേണം, മേളിലൊരു അപ്പോസ്ട്രോഫി വേണം. ഓക്കെ, ഇറ്റ്സ് എന്ന് പറയുകയാണെങ്കിലോ വെറും ITS, അപ്പോസ്ട്രോഫി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൻ്റെ പൊസിഷൻ, അത് നമ്മുടെ ആണ് അല്ലെങ്കിൽ അത് അവൻ്റേതാണ്, ഇത് ഇതിൻ്റേതാണ് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ITS വെറുതെ ഇറ്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ദ ഡോഗ് വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. പട്ടി അതിൻ്റെ ടേൽ, വാലിട്ട് ഇളക്കി എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ എന്നുള്ളൊരു മീനിങ് വന്നില്ലേ, അതിനാണ് നമ്മൾ ഇറ്റ്സ് യൂസ് ചെയ്യുന്നത്. എന്ത് യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദ ഡോഗ് വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. ഈ രീതിയിൽ നമുക്ക് ITS, IT അപ്പോസ്ട്രോഫി എസ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ, ഇതൊരു നല്ല ദിവസമാണ്. ഇറ്റ് ഈസ് ഹിസ് ബർത്ത്ഡേ, ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. ഇറ്റ് ഹിസ്. ഓക്കെ, ഇറ്റ് ഈസ് ഹിസ് ബർത്ത്ഡേ. സോ ഇറ്റ്സ് ഹിസ് ബർത്ത്ഡേ എന്ന് ചെറുതാക്കി പറയാം. ഓക്കെ, അതല്ലാണ്ട് വെറുതെ ITS എന്ന് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ എന്നുള്ളൊരു പൊസിഷൻ പറയാൻ വേണ്ടി നമുക്ക് ITS യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? സോ ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച സെറ്റ് ഓഫ് വേർഡ്സ്. ഇത് ഓർത്ത് വെക്കണം, കാരണം ഞാനിത് മൊത്തം ഇറേസ് ചെയ്തിട്ട് വേറെ കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ് ആണ് ഇനി എഴുതാൻ പോകുന്നത്. അപ്പം നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? എഫക്റ്റും ഇഫക്റ്റും. ബാധിക്കുക, ഇതെന്ന് പറഞ്ഞാൽ റിസൾട്ടിനെ പറ്റി പറയുമ്പം. ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. എക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് കാര്യം പറഞ്ഞിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ഒഴികെ ബാക്കിയുള്ളതെന്ന് പറയുമ്പം. എമിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ നാട് വിടുന്നതിനെയാണ്. ഇമിഗ്രേറ്റ് എന്ന് പറയുന്നത് കുടിയേറുക എന്നുള്ളതാണ്, വേറൊരു നാട്ടിലേക്ക് കയറി വരുന്നതിനെയാണ് ഇമിഗ്രേറ്റ് പറയുന്നത്. എംപത്തി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുന്നതിന്. സിമ്പത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സങ്കടവും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിനാണ് സിമ്പത്തി പറയുന്നത്. ഫാർദർ എന്ന് പറഞ്ഞാൽ ഇനി എത്ര ദൂരം എന്നുള്ള മീനിങ് ആണ്. ഫർദർ എന്ന് പറഞ്ഞാൽ മുൻപോട്ട് അല്ലെങ്കിൽ അതിന് ശേഷം എന്നുള്ള മീനിങ് ആണ്. ഇറ്റ്സും വളരെ സിമ്പിളാണ്. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസിൻ്റെ ചെറിയൊരു വേർഷനാണ് ഇറ്റ്സ് എന്നുള്ളത്. ITS എന്ന് മാത്രം എഴുതുവാണെങ്കിൽ അതൊരു കാര്യത്തിൻ്റെ പൊസിഷൻ പറയാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ഇനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് നമുക്ക് നോക്കാം. ലൂസ് ആൻഡ് ലൂസ്, ഇത് ഒരേപോലെയാണ് പറയുന്നത്, പക്ഷേ ഇതിൻ്റെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. നോക്കിക്കേ, ആദ്യത്തേതിൽ LOOSE ആണ്, രണ്ടാമത്തേതിൽ LOSE ആണ്. ഇതിൻ്റെ വ്യത്യാസം എന്താ നമുക്ക് നോക്കാം. LOOSE എന്ന് പറഞ്ഞാൽ അയഞ്ഞ്, അതായത് ഭയങ്കര ലൂസാണെന്ന് പറയില്ലേ, ഷർട്ട് ലൂസാണ്, പാൻറ് ലൂസാണെന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മുടെ LOOSE. ദ ഷർട്ട് ഇസ് ലൂസ്, ഭയങ്കര ലൂസാണെന്നുള്ള മീനിങ്. LOSE എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് ആക്ച്വലി 2 മീനിങ് ഉണ്ട്.
ആദ്യത്തേത് എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടുക എന്ന് പറയാൻ വേണ്ടി നമുക്ക് ലൂസ് യൂസ് ചെയ്യാം. ഇതിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ലോസ്റ്റ്. ഓക്കെ, സോ ഡോണ്ട് ലൂസ് യുവർ കീസ്. കീസ് നഷ്ടപ്പെടുത്തല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. കീസ് നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണെങ്കിലോ ഐ ലോസ്റ്റ് മൈ കീസ് എന്ന് പറയാം. അപ്പം ഈ LOSE ലൂസിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് നമുക്ക് ലോസ്റ്റ് യൂസ് ചെയ്യാം. അതേപോലത്തെ വേറൊരു വേർഡാണ് ലൂസ് ദ ഗെയിം. ഒരു കാര്യം പരാജയപ്പെടുന്നതിനും നമുക്ക് ലൂസ് എന്ന് പറയാം, LOSE. ഓക്കെ, വി മേ ലൂസ് ദ ഗെയിം. നമ്മൾ ഗെയിം പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ LOSE എന്നുള്ള വേർഡിന് രണ്ട് മീനിങ് ഉണ്ട്. നഷ്ടപ്പെടുന്നതിനും പരാജയപ്പെടുന്നതിനും നമുക്ക് ലൂസ് എന്ന് പറയാം. പക്ഷേ LOOSE എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഷർട്ട് ലൂസാണ്, പാൻറ്റ് ലൂസാണ് എന്നൊക്കെ പറയുന്ന മീനിങ്. ക്ലിയർ ആണോ? ഈ രണ്ട് ലൂസ് എന്താ നമുക്ക് മനസ്സിലായി. അടുത്തത് നമുക്ക് നോക്കാം, ത്രൂ, തറോ ആൻഡ് ത്രോ. ഇതിന്റെ ഡിഫറൻസ് എന്താ നമുക്ക് നോക്കാം. ത്രൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഇടയിലൂടെ എന്നുള്ള മീനിങ് ആണ്. ഫോർ എക്സാമ്പിൾ, വി വോക്ക്ഡ് ത്രൂ ദ പാർക്ക്. നമ്മൾ പാർക്കിലൂടെ സഞ്ചരിച്ചു അല്ലെങ്കിൽ നടന്നു എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഇടയിലൂടെ, അതിലൂടെ എന്നൊക്കെ പറയാൻ നമുക്ക് ത്രൂ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. തറോ എന്ന് പറഞ്ഞാൽ എന്താണ്? THOROUGS. തറോ എന്ന് പറഞ്ഞാൽ നല്ല സൂക്ഷ്മമായ, നല്ല അടിപൊളിയായിട്ട്, ഒരുപാട് നല്ല ക്ലിയർ ആയിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തറോ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹി ഡിഡ് എ തറോ ക്ലീനിങ്. അവൻ ഒന്നൊന്നര ക്ലീനിങ് നടത്തി എന്ന് പറയില്ലേ, അപ്പം നല്ലോണം ചെയ്യുന്നതിനാണ് നമ്മൾ തറോ എന്ന് പറയുന്നത്. ഐ ഡിഡ് എ തറോ സ്റ്റഡി. ഞാൻ നല്ലൊരു സ്റ്റഡി നടത്തി എന്ന് പറയാൻ വേണ്ടി നമുക്ക് തറോ യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് തറോ. അടുത്തത് ത്രോ എന്ന് പറഞ്ഞാലോ THROW എന്ന് പറയുന്നത് എന്തിനെങ്കിൽ ഒരു സാധനം നമ്മൾ എറിയുന്നതിനെയാണ്. എറിയുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ ത്രോ യൂസ് ചെയ്യുക. ഇതിന്റെ പാസ്റ്റ് ടെൻസും കൂടി പഠിച്ചു വെച്ചോളൂ. THREW ആണ്, ത്രൂ. ഓക്കെ, ത്രോന്റെ പാസ്റ്റ് ടെൻസ്. എറിഞ്ഞു എന്ന് പറയണമെങ്കിൽ ത്രൂ യൂസ് ചെയ്യാം. എറിയുക എന്ന് പറയുമ്പോൾ നമുക്ക് ത്രോ യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിക്കേ, ഐ ക്യാൻ ത്രോ ദ ബോൾ. എനിക്ക് ബോൾ എറിയാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അപ്പം അതാണ് ത്രൂ, തറോ ആൻഡ് ത്രോ. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത രണ്ട് വേർഡ്സിലേക്ക് പോകാം. കരിയർ ആൻഡ് കാരിയർ. ഇത് ഏകദേശം ഒരേപോലെ എല്ലാവരും പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡാണ്. ഈ ആദ്യത്തെ നോക്കിക്കേ, CAREER. പലവരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരിയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് കാരിയർ, ഇറ്റ് ഇസ് കരിയർ. എന്താണ്? കരിയർ. പക്ഷെ അടുത്തത് CARRIER ആണെങ്കിൽ ദാറ്റ് ഇസ് കാരിയർ. ഓക്കെ, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? കരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷനാണ്, നമ്മുടെ തൊഴിലാണ്, നമ്മുടെ ജോലിയാണ് നമ്മൾ കരിയർ എന്ന് പറയുന്നത്. കാരിയർ എന്ന് പറഞ്ഞാലോ അതിലൂടെ എന്തെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കാരിയർ. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് എ ഗുഡ് കരിയർ. അവൾക്ക് നല്ലൊരു തൊഴിലുണ്ട്, നല്ലൊരു പ്രൊഫഷനുണ്ട്, നല്ലൊരു ജോലിയുണ്ട്. അതിനെയാണ് നമ്മൾ കരിയർ എന്ന് പറയുന്നത്. കാരിയർ ആണെങ്കിലോ മോസ്കിറ്റോസ് ആർ കാരിയേഴ്സ് ഓഫ് ഡിസീസസ്. മോസ്കിറ്റോസ് പല അസുഖങ്ങളുടെ കാരിയർ ആണ്. അപ്പം അതിലൂടെ സഞ്ചരിക്കുകയാണ്, എന്ത് ഡിസീസസ് ആണ് സഞ്ചരിക്കുന്നത്. സോ അങ്ങനെ സഞ്ചരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് കാരിയർ എന്ന് പറയുന്നത്. കരിയർ എന്ന് പറഞ്ഞാൽ തൊഴിലുമാണ്. അപ്പം രണ്ടിലും ഒരു R എക്സ്ട്രാ വന്ന മീനിങ് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നല്ല, ഒരു കണക്ഷൻ ഇല്ല. തൊഴിലും പിന്നെ അതേപോലെ നമ്മുടെ ഈ ഒരു സാധനത്തിലൂടെ സഞ്ചരിക്കുന്നതിന് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഒരൊറ്റ സ്പെല്ലിംഗ് മാറിയാൽ ഈ മീനിങ് മാറും. സോ അതൊന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണ് അടുത്ത വേർഡിലേക്ക് നമുക്ക് നോക്കാം. സ്റ്റേഷനറി ആൻഡ് സ്റ്റേഷനറി. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഏകദേശം ഒരേപോലെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അമേരിക്കനിൽ വരുമ്പം ഈ ഒരു വേർഡ് നമുക്ക് സ്റ്റേഷനറി എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, പക്ഷെ ഇതിലുള്ള വ്യത്യാസം എന്താ നമുക്ക് നോക്കാം. സ്റ്റേഷനറി ARY വെച്ച് അവസാനിക്കുന്നതാണെങ്കിൽ നിശ്ചലമായ, അതായത് അനങ്ങാത്ത ഒരു സാധനത്തിന് നമുക്ക് സ്റ്റേഷനറി എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ദ കാർ റിമെയിൻ സ്റ്റേഷനറി. കാർ അനങ്ങാണ്ട് നിന്നു. ദാറ്റ് ഇസ് സ്റ്റേഷനറി. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താണ്? NERY വെച്ച് അവസാനിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഈ പെന്ന്, ബുക്ക്, ബോർഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല. അതായത് നമ്മുടെ ഒരു ഷോപ്പിലൊക്കെ പോയി നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, എഴുതാനും ടേബിളിൽ വെക്കാനും ഓഫീസ് യൂസിനും സ്കൂൾ യൂസിനും ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് സ്റ്റേഷനറി എന്ന് വിളിക്കാം. അതായത് ഈ ലേഖന സാമഗ്രികൾ, നമ്മൾ യൂഷ്വലി എഴുതാനൊക്കെ യൂസ് ചെയ്യുന്ന ഓരോരോ സാധനങ്ങളെ നമുക്ക് സ്റ്റേഷനറി എന്ന് വിളിക്കാം. എക്സാമ്പിൾ നോക്കിക്കേ, ഐ ബോട്ട് സം സ്റ്റേഷനറി. ഞാൻ കുറച്ച് സ്റ്റേഷനറി വാങ്ങി. മനസ്സിലായോ? ഇതിലും ഒറ്റൊരു ലെറ്ററേ മാറുന്നുള്ളൂ. ഇവിടെ A ആണ്, ഇവിടെ E ആണ്. പക്ഷെ അതിൻ്റെ മീനിങ് മൊത്തത്തിൽ മാറി അല്ലേ? സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അനങ്ങാണ്ട് ഒരു സാധനം നിൽക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഹി റിമെയിൻ സ്റ്റേഷനറി. അവൻ അനങ്ങാണ്ട് നിന്നു എന്നുള്ള മീനിങ് ആണ്. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ there is a stationery നിയർ ബൈ. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്റ്റേഷനറി ഉണ്ട്. മനസ്സിലായോ? സോ അത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്.
അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നമുക്ക് നോക്കാം. ഐയും മീയും, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന രണ്ട് വേർഡ്സ് ആണ് ഐയും മീയും. ഇതെന്താന്ന് നമുക്ക് നോക്കാം. ഐ എന്നുള്ളത് നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സസിലൊക്കെ സബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്നൊക്കെ പഠിച്ചതാണ്. അപ്പം ഈ ഐ എന്നുള്ള വേർഡ് നമ്മളൊരു സെന്റൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എപ്പോഴും സബ്ജക്റ്റ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. മീ എന്നുള്ളത് എപ്പോഴും ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും. അതായത് ഐ എന്ന് പറയുമ്പം ഞാൻ ചെയ്യുന്ന ആക്ഷൻസ്, ഞാൻ അവിടെ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും, സബ്ജക്റ്റ് ആയിരിക്കും. മീ എന്ന് പറയുമ്പം ഒരു സെന്റൻസിൽ മീ വരുവാണെങ്കിൽ ആ മീ അവിടെ റിസീവർ ഓഫ് ദി ആക്ഷൻ ആയിരിക്കും. അതായത് എന്തെങ്കിലും ഒരു ആക്ഷൻ്റെ റിസൾട്ട് ആൾക്ക്, ആ മീ എന്നുള്ളൊരു, അതായത് എനിക്കായിരിക്കും അതിൽ ഒരു റിസൾട്ട് വീഴുന്നത്. അപ്പം ഐ എന്ന് പറയുമ്പം ഞാൻ, എൻ്റെ എന്നുള്ള മീനിങ് ആണെങ്കിൽ, മീ എന്ന് പറയുമ്പം എനിക്ക് കിട്ടി അല്ലെങ്കിൽ എനിക്ക് തന്നു, അപ്പം ഞാനത് റിസീവ് ചെയ്യുവാണ്, അവിടെയാണ് നമ്മൾ മീ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വെൻറ്റ് ദെയർ, ഞാൻ അങ്ങോട്ട് പോയി. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോയി എന്ന് പറയുമ്പം ഞാൻ അവിടെ ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ആക്ഷൻ എന്താണ്? പോവുക എന്നുള്ളതാണ്, പോയി എന്നുള്ളതാണ് ഞാൻ ഇവിടെ ചെയ്ത ആക്ഷൻ. അപ്പം ഇവിടെ ഞാൻ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസിൽ ഞാനൊരു സബ്ജക്റ്റ് ആണ്. സോ ഐ വെൻറ്റ് ദെയർ. അടുത്ത എക്സാമ്പിൾ, ഷീ ഗേവ് മീ എ ഗിഫ്റ്റ്, അവൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അവൾ എനിക്ക് തന്നു. ഇവിടെ ആക്ഷൻ ചെയ്യുന്നത് ആരാണ്? ഷീ ആണ്. അവളാണ് ഗിഫ്റ്റ് തന്നത്. അവൾ ആർക്കാ തന്നത്? എനിക്കാണ് തന്നത്. അപ്പം എനിക്ക് എന്ന് പറയാൻ വേണ്ടി നമുക്ക് മീ യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടുപേര്, ഇപ്പം ഞാനും എൻ്റെ സുഹൃത്തും സിനിമയ്ക്ക് പോയി, ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? മൈ ഫ്രണ്ട് ആൻഡ് മീ വെൻറ്റ് ഫോർ ദ മൂവീസ് എന്ന് പറയോ? വെൻറ്റ് ഫോർ എ മൂവി എന്ന് പറയോ? ഇല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു ഐ എന്നുള്ളത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, മീ എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിട്ടാണ്. അപ്പം മൈ ഫ്രണ്ട് ആൻഡ് മീ വെൻറ്റ് ടു ദ മൂവി എന്ന് പറയുമ്പം മീ എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് തെറ്റാണ്. കറക്റ്റ് ഫോം ഓഫ് ദ സെൻറ്റൻസ് എന്താണ്? മൈ ഫ്രണ്ട് ആൻഡ് ഐ വെൻറ്റ് ടു ദ മൂവി. ഓക്കെ, വെൻറ്റ് ഫോർ എ മൂവി. ഞാനും എൻ്റെ ഫ്രണ്ടും മൂവിക്ക് പോയി എന്ന് പറയണമെങ്കിൽ മൈ ഫ്രണ്ട് ആൻഡ് ഐ വെൻറ്റ് ഫോർ എ മൂവി എന്ന് വേണം പറയാൻ. ഇതെങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ഒന്നിലധികം സബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം മൈ ഫ്രണ്ട് അല്ലെങ്കിൽ മൈ സിസ്റ്റർ ആൻഡ് മീ, മൈ ഫ്രണ്ട് ആൻഡ് മീ, മൈ മദർ ആൻഡ് മീ എന്നൊക്കെയാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു സിമ്പിൾ ട്രിക്കാണ്. ഇപ്പം ഒന്നിലധികം സബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് ഞാനും എൻ്റെ അമ്മയും, ഇപ്പം ഞാനും എൻ്റെ അമ്മ എന്ന് തന്നെ വിചാരിക്കുക, അമ്മ ആൻഡ് ഞാൻ സിനിമയ്ക്ക് പോയി അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോയി. ഓക്കെ, ഞാനും എൻ്റെ അമ്മയും ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്ന സെൻറ്റൻസ് എന്താണ്? മൈ മദർ ആൻഡ് മീ വെൻറ്റ് ഷോപ്പിംഗ് എന്നാണ് പറയുക, അല്ലേ? മൈ മദർ ആൻഡ് മീ വെൻറ്റ് ഷോപ്പിംഗ്. ഇത് തെറ്റാന്ന് എങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചാൽ, രണ്ട് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, രണ്ട് ആൾക്കാരാണ് ആ പ്രവൃത്തി ചെയ്തതെങ്കിൽ രണ്ടാമത്തെ ആളെ അങ്ങ് ഒഴിവാക്കുക. അതായത് നമ്മുടെ കൂടെ വരുന്ന ആൾ ആരാണോ അതിനെ ഒഴിവാക്കുക. പിന്നെ വരുന്നത് നമ്മൾ എന്നുള്ള ഒറ്റൊരു വ്യക്തിയായിരിക്കണം. അപ്പം നമ്മളെ പറ്റി മാത്രം പറയുമ്പം, അപ്പം മൈ മദർ അവിടെ ഒഴിവാക്കി. മൈ മദർ കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന വേർഡ് ഏതാണ്? മീ ആണ്. മീ വെൻറ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ലെങ്കിൽ മീ വെൻറ്റ് ടു ദ മാർക്കറ്റ് എന്ന് ഇരിക്കട്ടെ, മീ വെൻറ്റ് ടു ദ മാർക്കറ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഒറ്റൊരു സബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ അറിയാം, ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് എന്ന് വേണം പറയാനായിട്ട്, അല്ലേ? ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്. അപ്പം മൈ മദറിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും, ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞു നോക്കിക്കേ, മൈ മദർ ആൻഡ് ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്. ക്ലിയർ ആണോ? സോ എപ്പോഴേലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന സബ്ജക്റ്റ് ഏതാണോ അതിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ മാത്രം ആക്ഷൻ ചെയ്യുന്ന പോലെ ചെയ്യാം, സെൻറ്റൻസ് ഫോം ചെയ്യുക. എന്നിട്ട് ആ ബാക്കി വരുന്ന സബ്ജക്റ്റിന് അതിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു തെറ്റും വരില്ല. ഓക്കെ, ഇപ്പം സാര, അർജുൻ ആൻഡ് ഞാൻ സ്കൂളിലേക്ക് പോയി. അപ്പം സാര, അർജുൻ ആൻഡ് മീ വെൻറ്റ് ടു ദ സ്കൂൾ അല്ല, അവിടെ സാരനെ അർജുനെ ഒക്കെ മാറ്റി നിർത്തുക. ഞാൻ സ്കൂളിൽ പോയി എന്നുള്ളൊരു സെൻറ്റൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും, ഐ വെൻറ്റ് ടു ദ സ്കൂൾ, അല്ലേ? ഞാൻ സ്കൂളിൽ പോയി എന്ന് പറയുകയാണെങ്കിൽ ഐ വെൻറ്റ് ടു ദ സ്കൂൾ. എന്നിട്ട് സാരനെ അർജുനൊക്കെ കൊണ്ടുവരാം, സാര, അർജുൻ ആൻഡ് ഐ വെൻറ്റ് ടു ദ സ്കൂൾ. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ലിസ്റ്റ് ഓഫ് പേരുകൾ എഴുതുവാണെങ്കിൽ, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്, നമ്മുടെ പേര്, അതായത് ഞാൻ, ഐ, മീ എന്നൊക്കെ ഉള്ളത് എപ്പോഴും അവസാനമായിരിക്കണം. സാര, അർജുൻ ആൻഡ് ഐ വെൻറ്റ് ടു ദ സ്കൂൾ. ഐ, സാര ആൻഡ് അർജുൻ വെൻറ്റ് ടു ദ സ്കൂൾ എന്ന് പറയാൻ പാടില്ല, ഐ എന്നുള്ളത് എപ്പോഴും അവസാനമായിരിക്കണം. ഇതൊരു ജനറൽ ടിപ്പാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഐയും മീയും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് വേർഡ്സിലേക്ക് നമുക്ക് പോകാം. ഫോമർ ആൻഡ് ലാറ്റർ. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം, ലേറ്റർ അല്ല, ദിസ് ഇസ് ലാറ്റർ. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നുള്ള മീനിങ് ആണ്. അതിൻ്റെ സ്പെല്ലിങ്ങും വ്യത്യാസമുണ്ട്. LATER ആണ്, ലേറ്റർ, പിന്നീട് എന്നുള്ള ഒരു വേർഡാണ്. ഇവിടെ പക്ഷേ 2 T ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ലാറ്റർ എന്നാണ്. എന്താണ്?
latter. So there is former and there is latter. എന്താണ് ഇതിന്റെ വ്യത്യാസം? ഫോമർ എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് എന്നുള്ള മീനിങ് ആണ്, ലാറ്റർ എന്ന് പറഞ്ഞാൽ അവസാനത്തേത്. ഓക്കെ, ഒരു സെന്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ബിറ്റ്വീൻ ടീ ആൻഡ് കോഫി ഐ പ്രിഫർ ദി ഫോമർ, അല്ലെങ്കിൽ ബിറ്റ്വീൻ ടീ ആൻഡ് കോഫി ഐ പ്രിഫർ ദി ലാറ്റർ. ഇങ്ങനെ നമുക്കൊരു സെന്റൻസ് ഫോം ചെയ്യാം. അതായത് ബിറ്റ്വീൻ ടീ ആൻഡ് കോഫി, ടീയും കോഫി നോക്കുന്ന സമയത്ത് ഞാൻ ഫോമർ വൺ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഫോമർ എന്ന് പറഞ്ഞാൽ ആദ്യത്തേത്. ഐ പ്രിഫർ ദി ഫോമർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഏതാ പ്രിഫർ ചെയ്യുന്നത്? ടീ ആണോ കോഫി ആണോ? ടീ ആണ്. ടീ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫോമർ. ഓക്കെ, ഐ പ്രിഫർ ദി ലാറ്റർ എന്ന് പറഞ്ഞാലോ അവസാനത്തേതാണ് എനിക്ക് പ്രിഫർ ചെയ്യുന്നത്, ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ ടീ ആണോ കോഫി ആണോ പ്രിഫർ ചെയ്യുന്നത്? അവിടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോഫിയാണ്. മനസ്സിലായോ? ഇതാണ് ഫോമറും ലാറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, Arjun and Sangeeta are good friends, but the latter is a good dancer. Okay, Arjun and Sangeeta are good friends. Arjunum Sangeethayum നല്ല ഫ്രണ്ട്സ് ആണ്. But the latter is a good dancer. അവസാനം പറഞ്ഞ ആൾ ഒരു നല്ല ഡാൻസറും കൂടിയാണ്. അപ്പോൾ ഇവിടെ അർജുൻ ആണോ സംഗീതയാണോ നല്ല ഡാൻസർ? ഇവിടുത്തെ നല്ല ഡാൻസർ സംഗീതയാണ്. ലാറ്റർ എന്ന് പറഞ്ഞാൽ അവസാനം പറഞ്ഞ ആള്. ഓക്കെ, ഇതേ സെന്റൻസ് നോക്കിക്കേ. അർജുൻ ആൻഡ് സംഗീത ആർ ഗുഡ് ഫ്രണ്ട്സ് ബട്ട് ദി ഫോമർ ഇസ് ബ്രില്യൻറ്റ്. അപ്പം അർജുനും സംഗീതയും നല്ല ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഇതിൽ ഫോമർ വൺ ബ്രില്യൻറ്റ് ആണ്. ഇതിൽ ആരാ ഫോമർ? അർജുനാണോ സംഗീതയാണോ? ആദ്യം പറഞ്ഞ ആളെയാണ് നമ്മൾ ഫോമർ എന്ന് പറയുന്നത്. സോ ഇവിടെ അർജുനാണ് നമ്മുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾ. ക്ലിയർ ആണോ? സോ ഫോമറും ലാറ്ററും എന്താ നമുക്ക് മനസ്സിലായി അല്ലേ? സോ ഫോമർ എന്ന് പറയുന്നത് ഒരു രണ്ട് പേര് പറയുവാണെങ്കിൽ അതിൽ ആദ്യം പറഞ്ഞ ആളെയാണ് ഫോമർ, പിന്നീട് പറയുന്ന ആളാണ് ലാറ്റർ. അത് ആൾ തന്നെ ആവണമെന്നില്ല, ഒരു വസ്തു വേണമെങ്കിൽ ആവാം. ഓക്കെ, അടുത്ത രണ്ട് വേർഡ്സ് നമുക്ക് നോക്കാം. ഡെസേർട്ടും ഡിസേർട്ടും. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. എല്ലാവരും ഒരേപോലെ പറയാൻ ചാൻസ് ഉണ്ട്, പക്ഷെ വ്യത്യാസമുണ്ട്. DESERT ഒറ്റ എസ് ആണെന്നുണ്ടെങ്കിൽ അത് മരുഭൂമിയാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഡെസേർട്ട് ആണ്. എന്താണ്? ഡെസേർട്ട് ആണ്. പക്ഷെ DESSERT ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും സ്വീറ്റ്സിലെ മധുര പലഹാരങ്ങളിലെ പൊതുവെ ഒരു മെയിൻ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന സ്വീറ്റ്, ഇപ്പം നമ്മളൊരു വലിയൊരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുമായിരിക്കും, ഒരു ഫ്രൂട്ട് സാലഡ് കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു മീൽ കഴിക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പം പായസം കഴിക്കുമായിരിക്കും. അപ്പോൾ ഒരു ഫുഡൊക്കെ കഴിഞ്ഞ് കഴിക്കുന്ന ആ ഒരു ചെറിയ മധുര പലഹാരത്തിനെയാണ് നമ്മൾ ഡിസേർട്ട് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഡിസേർട്ട് ആണ്. അവിടെ ഡെസേർട്ട് അല്ല, ഇറ്റ്സ് ആക്ച്വലി ഡിസേർട്ട്. ഇവിടെ ശ്രദ്ധിക്കണം, 2 S ഉണ്ട്. ഇവിടെ ഒറ്റ എസ്സേ ഉള്ളൂ, പക്ഷെ ഇവിടെ 2 S ഉണ്ട്. പ്രൊനൗൺസിയേഷനും വ്യത്യാസമുണ്ട്. ഡിസേർട്ട് ആണ്. എന്താണ്? ഡിസേർട്ട് ആണ് കേട്ടോ. സോ രണ്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ വിൽ വിസിറ്റ് എ ഡെസേർട്ട്. ഞാനൊരു ഡെസേർട്ട് സന്ദർശിക്കും എന്നാണ് പറഞ്ഞാൽ ഞാനൊരു ഡെസേർട്ടിലേക്ക് പോകും. അപ്പം നമ്മൾ വെക്കേഷനൊക്കെ ഉണ്ടാകുമ്പം ഐ വിസിറ്റഡ് ദ സഹാര ഡെസേർട്ട്, ഞാൻ സഹാര ഡെസേർട്ട് പോയി വിസിറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഡെസേർട്ട് ആണെന്നുണ്ടെങ്കിലോ ഐ ലവ് ഡെസേർട്ട്സ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ സത്യം പറയുകയാണ്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഡെസേർട്ട് എന്നുള്ളത്. ഈ ഐസ്ക്രീമും നമ്മുടെ ബ്രൗണിയും കേക്കും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്താ പറയുക, ഐ ലവ് ഡെസേർട്സ് എന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെസേർട്സ്. പക്ഷെ ഒരിക്കലും ഐ ലവ് ഡെസേർട്ട് എന്ന് പറയരുത്. അപ്പോൾ എനിക്ക് മരുഭൂമി ഇഷ്ടമാണെന്നുള്ള മീനിങ് ആയി. ഈ മധുര പലഹാരങ്ങളാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയണമെങ്കിൽ ഐ ലവ് ഡിസേർട്ട് എന്ന് വേണം പറയാൻ. എന്താ പറയുക? ഡിസേർട്ട്. സോ ഡെസേർട്ട് ആൻഡ് ഡിസേർട്ട്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 2 വേർഡ്സ് നോക്കാം. അതായത് ഈ സെറ്റിലെ അവസാനത്തെ വേർഡ്സ്, ഇനി കുറച്ച് വേർഡ്സും കൂടി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഈ വേർഡ്സ് നോക്കിക്കേ. ക്വയറ്റ് ആൻഡ് ക്വയറ്റ്. എന്താണ് ക്വയറ്റ് ആൻഡ് ക്വയറ്റ്? ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ക്വയറ്റ് എന്ന് പറയുമ്പം തികച്ചും, ഓക്കെ, ദ മൂവി വാസ് ക്വൈറ്റ് നൈസ്, ഈ മൂവി തികച്ചും നല്ലതായിരുന്നു എന്നുള്ള മീനിങ് ആണ്. പക്ഷെ ക്വയറ്റ് എന്ന് പറഞ്ഞാൽ കീപ് ക്വയറ്റ്, മിണ്ടാണ്ടിരിക്കണം, നിശബ്ദമായി ഇരിക്കണം എന്ന് പറയുമ്പോഴാണ് ക്വയറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. രണ്ടിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കേ. QUITE ക്വയറ്റ്, QUIET ക്വയറ്റ്. ഓക്കെ, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും എന്നുള്ള മീനിങ് ആണ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, നിശബ്ദമായിരിക്കുന്നതിനാണ് ക്വയറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഈ സെറ്റ് ഓഫ് വേർഡ്സിൽ നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ലൂസും ഉണ്ട്, ഒരേപോലെയാണ് ഉച്ചരിക്കുക. മീനിങ് മൊത്തത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ? ലൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷർട്ടൊക്കെ ലൂസാണെന്ന് പറയുന്നത്. ലൂസ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുക അല്ലെങ്കിൽ പരാജയപ്പെടുക, 2 മീനിങ് ഉണ്ട്. ത്രൂ, തറോ, ത്രോ. ത്രൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഇടയിലൂടെ എന്നുള്ള മീനിങ് ആണ്. തറോ എന്ന് പറഞ്ഞാൽ നല്ലോണം എന്നുള്ളൊരു മീനിങ് ആണ്. ത്രോ എന്ന് പറഞ്ഞാൽ എറിയുക എന്നുള്ള മീനിങ് ആണ്. കരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലാണ്. കാരിയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം സഞ്ചരിക്കുന്ന ആ ഒരു വഴിയാണ് നമ്മൾ കാരിയർ എന്ന് പറയുന്നത്. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അനങ്ങാണ്ട് നിൽക്കുന്നതിനെയാണ്
സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഓരോരോ സാധനങ്ങളെയാണ്. ഓക്കെ, ഐയും മീയും പിന്നെ എന്താ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഐ സബ്ജക്റ്റ് ആണ്, മീ ഓബ്ജക്റ്റ് ആണ്. ഫോമർ ലാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 2-3 സാധനങ്ങൾ പറയുവാണെങ്കിൽ അതിൽ ആദ്യം പറയുന്നതായിരിക്കും ഫോമർ, രണ്ടാമതോ അല്ലെങ്കിൽ അവസാനം പറയുന്നതായിരിക്കും ലാറ്റർ. ഓക്കെ, ഡെസേർട്ടും എന്താണ്? ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും മധുരങ്ങളാണ്. ക്വൈറ്റ് ആൻഡ് ക്വൈറ്റ്. ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും എന്നുള്ളതാണ്. ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ നിശബ്ദമായിരിക്കുക എന്നുള്ള മീനിങ് ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് വേർഡ്സിലേക്ക് കടക്കാം. ഓക്കെ സ്റ്റുഡൻസ്, ഇനി ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇന്ന് ഒരുപാട് കൺഫ്യൂസിങ് വേർഡ്സ് നമ്മൾ പഠിച്ചു. സോ ഇനി അങ്ങോട്ടേക്ക് ഇതിനെ കുറച്ച് ആലോചിച്ച് ഒരു ടെൻഷനോ കൺഫ്യൂഷനോ ഉണ്ടാവില്ല അല്ലേ? സോ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് വേർഡ്സിലേക്ക് പോവാം. ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്. ഒരു എസ് ആഡ് ചെയ്താൽ അതിൻ്റെ മീനിങ് മാറി. എന്താ നമുക്ക് നോക്കാം. ബിസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അരികിൽ എന്നുള്ള ഒരു മീനിങ് ആണ്. എക്സാമ്പിൾ നോക്കിക്കേ, ഷീ സാറ്റ് ബിസൈഡ് മീ. അവൾ എൻ്റെ അടുത്തിരുന്നു എന്നുള്ള മീനിങ് ആണ്. അടുത്ത്, അരികിൽ എന്നുള്ള മീനിങ് ആണ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാലോ ഒരു എസ് ആഡ് ചെയ്താലോ ഇത് കൂടാതെ എന്നുള്ള മീനിങ് ആണ്. ഫോർ എക്സാമ്പിൾ, ബിസൈഡ്സ് ഇംഗ്ലീഷ് ഷീ സ്പീക്സ് സ്പാനിഷ്. അവൾ ഇംഗ്ലീഷ് കൂടാണ്ട് തന്നെ സ്പാനിഷും സംസാരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലാണ്ട് സ്പാനിഷും സംസാരിക്കും. സോ അത് കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ വേണ്ടി നമുക്ക് ബിസൈഡ്സ് യൂസ് ചെയ്യാം. ആൻഡ് പൊതുവേ ബിസൈഡ്സ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പം അത് ആ ഒരു വേർഡ് എപ്പോഴും സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും വരിക. മിക്കവാറും, എപ്പോഴും അല്ല, മിക്കവാറും. ഓക്കെ, സോ ഇതാണ് ബിസൈഡും ബിസൈഡ്സും തമ്മിലുള്ള വ്യത്യാസം. ബിസൈഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്നുള്ള മീനിങ് ആണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അടുത്ത് എന്നുള്ള മീനിങ് ആണ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാലോ ഇതല്ലാണ്ട് അല്ലെങ്കിൽ ഇത് കൂടാതെ എന്നുള്ള മീനിങ് ആണ്. അടുത്ത 2 വേർഡ്സ് നമുക്ക് നോക്കാം. വളരെ സിമിലർ ആയിട്ടുള്ള 2 വേർഡ്സ് ആണ്, ലേ ആൻഡ് ലൈ. ഓക്കെ, ലേ ആൻഡ് ലൈ. ലേ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലും വെക്കുന്നതിനെയാണ് നമ്മൾ ലേ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ലേ ദ ബുക്സ് ഓൺ ദ ടേബിൾ. ഞാൻ ബുക്സ് ടേബിളിൻ്റെ മേളിൽ വെക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ അടുക്കി വെക്കുന്നതിനെയാണ് നമ്മൾ ലേ എന്ന് പറയുന്നത്. ലൈ ആണെന്നുണ്ടെങ്കിലോ ഇതിന് ആക്ച്വലി 2 മീനിങ് ഉണ്ട്. കള്ളം പറയുന്നതിനും നമ്മൾ ലൈ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ലേ പോലത്തെ കണക്ഷനുള്ള ഒരു വേർഡ് ഉണ്ട്. ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുക എന്നുള്ള മീനിങ് ആണ്. ഐ വോണ്ട് ടു ലൈ ഡൗൺ. എനിക്കൊന്ന് കിടക്കണം എന്നുള്ള മീനിങ് ആണ്. യൂഷ്വലി നമ്മൾ ഈ ടേബിളിൻ്റെ മേലൊക്കെ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് സ്കൂളിലോ അല്ലെങ്കിൽ ഓഫീസിലോ ടയേർഡ് ആവുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കിടക്കാറില്ലേ? ദാറ്റ് ഈസ് ലൈയിങ് ഡൗൺ ഓൺ ദ ടേബിൾ. ടേബിളിൻ്റെ മേലെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കിടക്കുന്നതിന്. സോ അതൊക്കെയാണ് ഈ അങ്ങനെ കിടക്കുന്നതിനെയാണ് നമ്മൾ ലൈ ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, യു ക്യാൻ ഓൾസോ ലൈ ഡൗൺ ഓൺ യുവർ ബെഡ്. ബെഡിൽ കിടക്കുന്നതിന് നമുക്ക് ലൈ ഡൗൺ എന്ന് പറയാം. ഓക്കെ, ബേസിക്കലി ഒന്ന് കിടക്കുക, ഉറങ്ങിപ്പോയിട്ടില്ല, ഒന്ന് നമ്മൾ അങ്ങ് ഫ്ലാറ്റ് ആയിട്ട് ഒന്ന് കിടക്കുന്നതിനെയാണ് നമ്മൾ ലൈ ഡൗൺ എന്ന് പറയുന്നത്, അതായത് ലൈ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ലൈക്ക് 2 മീനിങ് ഉണ്ട്. കള്ളം പറയുന്നതിന് ലൈ എന്ന് പറയാം കേട്ടോ. അടുത്ത 2 വേർഡ്സ് നമുക്ക് നോക്കാം. ബിറ്റ്വീനും എമങ്ങും. ഇതും ഏകദേശം ഒരേപോലെ തോന്നുന്ന 2 വേർഡ്സ് ആണ്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഇടയിൽ നിന്നുള്ള മീനിങ് ആണ്. ഫോർ എക്സാമ്പിൾ, ദ കാറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ 2 ചെയർസ്. 2 ചെയറിൻ്റെ നടുക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലാണ് പൂച്ചയുള്ളത് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ദ കാറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ 2 ചെയർസ്. എമങ് എന്ന് പറഞ്ഞാലോ ആ കൂട്ടത്തിൽ എന്നുള്ള മീനിങ് ആണ്. ഫോർ എക്സാമ്പിൾ, ദ സീക്രറ്റ് വാസ് ഷെയർഡ് എമങ് ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിൻ്റെ ഇടയിൽ ആ സീക്രട്ട് ഷെയർ ചെയ്യപ്പെട്ടു. അതായത് സീക്രട്ട് അവിടെ പറഞ്ഞു എന്നുള്ള മീനിങ് ആണ്. എമങ് ദ ഗ്രൂപ്പ്. എമങ് എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ എന്നുള്ള മീനിങ് ആണ്. ക്ലിയർ ആണോ? ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഇടയിൽ. ഓക്കെ, അടുത്ത 2 വേർഡ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വേർഡ്സ് ആണ്, സേയും ടെല്ലും. സേയും ടെല്ലും മലയാളത്തിൽ പറയുവാണെങ്കിൽ പറയുക എന്നുള്ള മീനിങ് തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. എന്നാൽ സേ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വേറെയാണ്, ടെൽ യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വേറെയാണ്. അതെന്താ നമുക്ക് നോക്കാം. സേ എന്നുള്ള വേർഡ് പൊതുവേ നമ്മൾ പറയുമ്പം ഒരാൾ എന്തോ കാര്യം പറഞ്ഞു. ഓക്കെ, അത് ആരോട് പറഞ്ഞു, എവിടെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് ചിലപ്പം ക്ലാരിറ്റി ഉണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ സേ യൂസ് ചെയ്യും. അതായത് പ്രത്യേകിച്ച് ഓബ്ജക്റ്റ് ഉണ്ടാവില്ല. ടെൽ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് അറിയോ? അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അവൻ പറഞ്ഞു, അവൻ ആരോട് പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ടെൽ യൂസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഷീ സെഡ് ഷീ വാസ് ടയേർഡ്. അവൾ ടയേർഡ് ആണ് നമ്മൾ പറഞ്ഞു. അവൾ ആരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ ഒബ്ജക്റ്റ് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് സെഡ് യൂസ് ചെയ്യാം. അതായത് സേഡ് പാസ്റ്റ് ടെൻസ് ആണ് സെഡ്. ഇനി ഓബ്ജക്റ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടെങ്കിലോ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ടെൽ. ഷീ ടോൾഡ് മീ എ സീക്രറ്റ്. അവൾ എന്നോടൊരു സ്വകാര്യം പറഞ്ഞു. അപ്പം ഇവിടെ ഓബ്ജക്റ്റ് ഇല്ലേ? ഓബ്ജക്റ്റ് ഏതാണ്? മീ ആണ്. ഷീ ടോൾഡ് മീ എ സീക്രറ്റ്. അവൾ എന്നോടൊരു സീക്രറ്റ് പറഞ്ഞു എന്നുള്ള മീനിങ് ആണ്. ക്ലിയർ ആണോ? അപ്പം സേ എന്നുള്ള വേർഡ് പൊതുവേ ഓബ്ജക്റ്റ് ഉണ്ടാവില്ല. ടെല്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഓബ്ജക്റ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമ്പോഴാണ്.
ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത 3 വേർഡ്സ് നമുക്ക് നോക്കാം. there, there and they are. ഓക്കെ, ഇത് 3ന്റെ വ്യത്യാസം എന്താ നമുക്ക് നോക്കാം. there എന്ന് പറഞ്ഞാൽ അവരുടെ എന്നുള്ള മീനിങ് ആണ്. ഐ ലൈക്ക് ദിയർ ഐഡിയ, എനിക്ക് അവരുടെ ഐഡിയ ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദിയർ ഐഡിയ. there എന്ന് പറഞ്ഞാലോ THERE ആണെങ്കിലോ അവിടെ എന്നുള്ള മീനിങ് ആണ്. വി ആർ ഗോയിങ് there tomorrow, നമ്മൾ നാളെ അവിടേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അവിടെ, അവിടേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ there യൂസ് ചെയ്യും. they are, they apostrophe RE എന്ന് പറഞ്ഞാൽ നമ്മുടെ they are, ഇതിൻ്റെ ചെറിയ ഫോമാണ് they apostrophe RE. they are-നെ ചെറുതാക്കി എഴുതിയതാണ് ഈ they are. ഓക്കെ, സോ ദേ ആർ ഡൂയിങ് ദ വർക്ക്, അവർ ജോലി ചെയ്യുകയാണ്. ഓക്കെ, അവർ അത് ചെയ്യുകയാണ്, അവരാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ദേ ആർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദേ അപ്പോസ്ട്രഫി RE. ക്ലിയർ ആണോ? അപ്പം there, there and they are. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 2 വേർഡ്സും കൂടി നമുക്ക് നോക്കാം. അതും കൂടി കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, വെദർ ആൻഡ് വെദർ, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഏറെക്കുറെ സിമിലർ ആണ്, എന്നാൽ മീനിങ്ങിൽ വ്യത്യാസമുണ്ട്, സ്പെല്ലിങ്ങും വ്യത്യാസമുണ്ട്. WHETHER എന്ന് പറയുന്ന സമയത്ത് നമ്മളോട് ഒരു ഓപ്ഷൻ ചോദിക്കുന്ന സമയത്താണ് നമ്മൾ വെദർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഷീ ആസ്ക്ഡ് മീ വെദർ ഐ വാണ്ടഡ് ഐസ്ക്രീം ഓർ ജ്യൂസ്, അവൾ എന്നോട് ഐസ്ക്രീം ആണോ ജ്യൂസ് ആണോ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ വെദർ ഐ വാണ്ടഡ്, എനിക്ക് ഏതാ വേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ തരുമ്പോൾ നമുക്ക് WHETHER ആ ഒരു വെദർ യൂസ് ചെയ്യാം. മറ്റേ വെദർ എന്താണ്? WEATHER എന്താണ്? നമ്മുടെ കാലാവസ്ഥയാണ് നമ്മൾ വെദർ എന്ന് പറയുന്നത്. ദ വെദർ ഇസ് സണ്ണി ടുഡേ, ഇന്ന് നല്ല സണ്ണി ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. പക്ഷെ വെദറിനെ നിങ്ങൾ ക്ലൈമറ്റ് ആയിട്ട് കൺഫ്യൂഷൻ ആക്കരുത്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കുറേ സമയത്തിനുള്ള ആ ഒരു നമ്മുടെ കാലാവസ്ഥയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ 4 സീസണൊക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ. വെദർ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയത്തിന് നമ്മുടെ എന്താ പറയുക, എന്ത് കാലാവസ്ഥയാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ വെദർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചിലപ്പം പെട്ടെന്ന് മാറിയേക്കാം. ഇപ്പം ഉച്ചയ്ക്ക് ചൂട്, വൈകിട്ടാകുമ്പോൾ തണുപ്പ്, അപ്പം ആ ഒരു മാറ്റമില്ലേ, പെട്ടെന്ന് മാറിയേക്കാം. അങ്ങനത്തെ മാറ്റങ്ങളെയാണ് നമ്മൾ വെദർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ മാറുന്ന കാലാവസ്ഥകളെ നമ്മൾ വെദർ എന്ന് പറയും. കുറച്ച് കാലം അതേപോലെ നിൽക്കുവാണെങ്കിൽ ജനറലി നമുക്കതിനെ ക്ലൈമറ്റ് എന്നും പറയാം. ഓക്കെ, സോ അത് രണ്ടും തമ്മിൽ വ്യത്യാസം, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഇവിടെ നമ്മൾ വെദറും ആണ് പഠിച്ചത്. ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ അവസാനത്തെ സെറ്റിൽ പഠിച്ച വേർഡ്സ് ഒന്നും കൂടി നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് ബിസൈഡും ബിസൈഡ്സുമാണ്. എസ് ഒന്നുമില്ല, വെറും ബിസൈഡ് ആണെങ്കിൽ അടുത്ത്, അരികെ എന്നുള്ള മീനിങ് ആണ്. ബിസൈഡ്സ് എന്ന് പറയുവാണെങ്കിൽ ഇത് കൂടാതെ എന്നുള്ള മീനിങ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കണം, ബിസൈഡ്സ് യൂഷ്വലി സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും വരിക. ലേയും ലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കാര്യം വെക്കുന്നതിന് നമുക്ക് ലേ പറയാം, നമ്മൾ കിടക്കുന്നതിനോ അല്ലെങ്കിൽ കള്ളം പറയുന്നതിനോ നമുക്ക് ലൈ എന്ന് പറയാം. ബിറ്റ്വീനും എമംഗ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പം എമംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൂട്ടത്തിൽ എന്നുള്ള മീനിങ് ആണ്. സെയും ടെല്ലും ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇത് രണ്ടും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 വാക്കുകളാണ്. എന്നാൽ തെറ്റിച്ച് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സേ എന്ന് പറയുമ്പം ഓബ്ജക്റ്റ് ഉണ്ടാവില്ല, ആരോട് പറഞ്ഞു എന്നുള്ളൊരു സിറ്റുവേഷൻ കമ്പൽസറി ആയിട്ട് വേണമെന്നില്ല. ഇനി ഓബ്ജക്റ്റ് ഉണ്ടെങ്കിലോ അവിടെ നമ്മൾ ടെല്ല് യൂസ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, there, there and they are, ഇതിൻ്റെ വ്യത്യാസം എന്തായിരുന്നു? അവരുടെ എന്ന് പറയണമെങ്കിൽ THEIR ആണ് there. there എന്ന് പറയുമ്പം അവിടെയാണ്. they are എന്ന് പറയുമ്പം അവർ അതാണ് അല്ലെങ്കിൽ അവരത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് they are യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഇസ് weather and weather. WHETHER ആണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പം അത് വേണോ ഇത് വേണോ എന്ന് ചോദിക്കുമ്പം യൂസ് ചെയ്യുന്നതാണ്. WEATHER എന്ന് പറയുമ്പോൾ നമ്മുടെ കാലാവസ്ഥയെ പറയുന്നതാണ്. ക്ലിയർ ആണോ? സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എനിക്കറിയാം നമ്മൾ 10-20ഓളം വേർഡ്സിൻ്റെ മീനിങ്സ് ആണ് നമ്മൾ പഠിച്ചത്. സോ ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഇനി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നും തന്നെ ഇല്ല, പേഴ്സണൽ ട്യൂട്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, എന്തായാലും സംശയങ്ങൾ വെച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരാണ്ടിരിക്കുക. കാരണം അടുത്ത ക്ലാസ്സിലേക്ക് ചിലപ്പം ഇതിനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അല്ലേ. സോ ഹോംവർക്ക് എന്തെങ്കിലും തരുവാണെങ്കിൽ തന്നെ അതും സമയത്തിന് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ ടിൽ ദെൻ ടേക്ക് കെയർ ഡിയർ സ്റ്റുഡൻസ്. ബൈ.